Good afternoon, Sharon. Good afternoon, Miss. Okay. ജിനു ഒക്കെ ഉണ്ടായിരുന്നോ? തുഷാരൊക്കെ ഉണ്ടായിരുന്നു. തുഷാരയായിരുന്നു അല്ലേ? ഓക്കെ. ഇന്നും കൂടി നമ്മുടെ ക്ലാസ് തീർക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാം. കവർ ചെയ്യാനായിട്ട് ലെങ്തി ചാപ്റ്റർ ആണല്ലോ. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ പ്രത്യേകം നോക്കി പഠിക്കാം. ലാസ്റ്റ് നമുക്കത് നോക്കാം. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കത് എടുക്കാനുള്ളൂ. അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. എങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പറഞ്ഞു തരാം കേട്ടോ. ഏകദേശം നമുക്ക് ക്ലാസ് കഴിയാറാവുമ്പോഴേക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഫോർമുലാസ് നമ്മൾ പറഞ്ഞത് അല്ലേ? അത് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കിട്ടില്ലായിരുന്നു. അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. അതില് മൊത്തം 32 ഫോർമുലാസ് എന്തോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് ഫുള്ള് നിങ്ങൾ പഠിക്കണ്ട. അതിനകത്ത് നമ്മൾ ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാൽ മതി. എത്ര എണ്ണം? 15, 16 എണ്ണല്ലേ നമ്മൾ പറഞ്ഞത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ വരെയല്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? അപ്പോൾ 16ാമത്തെ ടിക്കറ്റ് വെച്ചോ. ഇതിപ്പോ എന്താ നമുക്ക് ഫോർമുലാസ് നോക്കിയിട്ട് ബാക്കിയിട്ട് പറയാം. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നില്ലേ എന്ന് നോക്കണം. ഇതേ രീതിക്കാണോ ഈ ഫോർമുലാസ് നമുക്ക് ഓരോന്നിന്റെയും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വേണം എന്തിനാ ഈ ഫോർമുലാസ് നമ്മൾ തന്നേക്കുന്നേ. അപ്പൊ ഈ ഫോർമുലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നാബ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിൽ അവരവിടെ ചെയ്യുന്നില്ലേ, കറക്റ്റ് ആയിട്ട് ഈ ഫോർമുലാസിന്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് നമുക്ക് 16 നമ്മൾ പറഞ്ഞായിരുന്നു. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തില് നമ്മൾ സർജറി ചെയ്തപ്പോൾ ഉണ്ടായ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ മാസം മൊത്തത്തിൽ പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം ഇൻറ്റു 100. അപ്പൊ നമുക്ക് അതനുസരിച്ചൊരു ഈ ഫോർമുല വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്കവിടെ എന്താ 10 ഇതുണ്ടായി. മൊത്തം അവിടെ ഒരു 100 ഹോസ്പിറ്റലിൽ ഒരു മാസത്തില് ഒരു 100 സർജറി നടന്നു. അതിന് ഇപ്പൊ ഒരു 3 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ മാത്രം ആ മാസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ അതിന്റെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ബാഡ് ഇമേജ് അല്ലേ വരുന്നത്. ഒരു അതെന്ന് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഫോളോ ചെയ്യുന്നില്ല. അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ ഒരു നെഗറ്റീവ് ഇതാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ട് അത് ഓക്കെ ആണ്, അവർക്കുടെ ആ ഒരു റേറ്റിൽ വരുന്നതാണ്, റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിലൊക്കെയാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഫോർമുലാസ് നമ്മൾ കുറെ ഫോർമുലാസ് പഠിച്ചല്ലോ. അപ്പൊ അതിന് നമ്മൾ അതിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ടാണ് അത് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കണോ അല്ലെങ്കിൽ വേണ്ടയോ, അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മാനദണ്ഡങ്ങളൊക്കെയാണ് ഈ ശരിക്കും ഈ ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ 16ാമത്തെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത്. 16 ആയിരുന്നു പറഞ്ഞത്. നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തില് അവിടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തത് അതിനെ ഡിവൈഡ് അത് നമ്മൾ എത്ര ടോട്ടല് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. മൊത്തം പെർഫോം ചെയ്ത സർജറികളുടെ എണ്ണം ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ ഒരു പെർസെന്റേജ് കിട്ടുമല്ലോ. അപ്പൊ അതിനെ വെച്ച് നോക്കിയിട്ടാണ് അതിന്റെ പെർസെന്റേജ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ്. അത് കൂടുതലാണെങ്കിൽ നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു ബാഡ് കംപ്ലൈന്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ബാഡ് കാര്യമാണ് അത് അല്ലെ വരുന്നത്. ഈ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരിക. അപ്പൊ കൂടുതൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഫോർമുലാസ് പഠിക്കുന്നത്. ഇനി പിന്നെ നമ്മൾ 16 കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ 17, 18 ഒന്നും നോക്കണ്ട. പിന്നെ അടുത്തത് 19 നോക്കാം കേട്ടോ. 19 ടിക്കറ്റ് വെച്ചോട്ടോ. ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒപ്പം ടിക്കറ്റ് വെച്ചോ. 19. ഓക്കെ. പെർസെന്റേജ് ഓഫ്
റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഇനി നോക്കാണ് റീഷെഡ്യൂളിംഗ് സർജറീസിന്റെ എണ്ണം നോക്കുക. റീഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താ പറയാ മാറ്റി വെച്ചത് സർജറികളുടെ എണ്ണം. ഇപ്പൊ ഒരു ഡേറ്റിൽ നമ്മൾ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ക്യാൻസൽ ആയി പോവുകയോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുകയോ മാറ്റി വെക്കുകയോ ചെയ്യപ്പെട്ട സർജറികളുടെ എണ്ണം, അതിന്റെ പെർസെന്റേജ് നോക്കുകയാണ്. ഓക്കെ, ഫോർമുല എന്താ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻ ചെയ്ത കേസുകൾ, മൊത്തം പ്ലാൻ ചെയ്ത കേസുകളുടെ എണ്ണത്തെ ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അവിടെ പെർസെന്റേജ് കിട്ടുമല്ലോ. അപ്പൊ അത് നമ്മൾ നോക്കുക. അപ്പൊ കുറേ സർജറി റീഷെഡ്യൂൾ ചെയ്തു ക്യാൻസൽ ചെയ്തെങ്കിലൊക്കെ എന്താ പറയാ ഒരുപാട് കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, അവരെല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയാം നമുക്ക് അല്ലെ. സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതനുസരിച്ച് നമുക്ക് അന്നത്തെ ഇതിലേക്ക് ബേസ് ചെയ്തിട്ട് വേണം അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ വേണ്ടി. അതിന് വേണ്ട ചില മാനദണ്ഡങ്ങളാണ് ഈ കൊടുക്കുന്നേക്കണേ കണ്ടോ. അപ്പൊ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറീസ് കാണുന്ന ഇതേതാ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസ് പ്ലാൻഡ് ഇൻറ്റു 100. ഓക്കെ, 19ാമത്തെ 19 കിട്ടും. ഇനി നെക്സ്റ്റ് 21 ആണ്. നിങ്ങൾ അതിന്റെ ഒപ്പം ടിക്കറ്റ് പോണില്ലേ, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഫുള്ള് പഠിക്കണ്ട, ഷോർട്ട് ചെയ്ത് തരികയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന്. ഇനി അടുത്ത് 21 നോക്കാം. 21 nurse patient ratio for ICU and wards. ഇനി നേഴ്സ് പേഷ്യന്റ് റേഷ്യോ നോക്കുക. ICU വാർഡിലുള്ള പേഷ്യൻസിന്റെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ അതുമുണ്ട്. വെച്ചാൽ ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് വേണമെന്നുള്ള റേഷ്യോ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, കുറെ പേഷ്യൻസ് ആണ്, അവിടെ നേഴ്സിന്റെ എണ്ണം കുറവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടോ ആ ഹോസ്പിറ്റലിൽ, നമുക്ക് എല്ലാം ഇതാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. ഫോർമുല എന്താ, നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, അവിടെയുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. ഓക്യുപ്പൈഡ് ബെഡ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് പേഷ്യൻസ് അതിന്റെ ഇതാണ് പറഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Number of nursing staff divided by number of occupied beds. Okay, that's nurse patient ratio. In the next 23 കിട്ടും. Waiting time for diagnosis. ഇനി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വെയിറ്റിംഗ് ടൈം അല്ലെ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഇപ്പൊ നമ്മൾ ലാബിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അല്ലെങ്കിൽ എക്സ്റേ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഡയഗ്നോസിസിന് വേണ്ടി, രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന വെയിറ്റിംഗ് ടൈം നമുക്ക് ഇഷ്ടമാണോ? ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണത് ഇല്ല അല്ലെ. അപ്പൊ അതൊരുപാട് ഇമേജ് ആണ് ഹോസ്പിറ്റലിൽ. നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്താൽ തന്നെയാണ് നമുക്കൊരു പോസിറ്റീവ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഒരുപാട് ടൈമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് മാർക്കാണ്. അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു നെഗറ്റീവ് മാർക്കാണ്, അക്രഡിറ്റേഷൻ കിട്ടിയില്ല. അപ്പൊ അതിന്റെ ആ പെർസെന്റേജ് കാണുന്ന വാക്യം നോക്കി. ഫോർമുല എന്താ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് സം total patient reporting divided by number of patients report in diagnosis. അപ്പൊ ഇവിടെ ഏതാ പറഞ്ഞേക്കുന്നത് നോക്കി, സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്, മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം ഉണ്ടാവും. സം ഓഫ് ടോട്ടൽ പേഷ്യന്റ്, അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ എത്രയാണ്, നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്ത എണ്ണം. അപ്പൊ മൊത്തം ഉള്ള എണ്ണത്തിന് നമ്മൾ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഡയഗ്നോസിസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫോർമുലാസ് മാത്രം നോക്കി പോയാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഏതാ പറഞ്ഞത്, 23 അല്ലേ പറഞ്ഞത്. 23 വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് അല്ലേ പറഞ്ഞത്.
23 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് 24. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം, ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മള് ഡിസ്ചാർജ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആയാലും നമ്മൾ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പോരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം. അതെന്റെ പെർസെന്റേജ് കാണുന്നത് വായിക്കാൻ നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. അപ്പൊ നമ്മൾ ആ ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്ന ടൈം ഡിവൈഡഡ് ബൈ നമ്പർ, അവിടെ മൊത്തം അന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു പെർസെന്റേജ് കിട്ടുമല്ലോ. ആ പെർസെന്റേജ് നോക്കിയിട്ട് അത് ഒരു മാനദണ്ഡമാണ്, അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. ഇനി നെക്സ്റ്റ് 28 നോക്കാം കേട്ടോ. പേഷ്യന്റ് ഫോൾ റേറ്റ്, ഫോൾ പെർ 1000 പേഷ്യന്റ് ഡേ. 1000 ഡേയില് അവിടെ ഫോൾ റേറ്റ് വീഴുന്ന ആളുകളുടെ എണ്ണം നോക്കാം. പേഷ്യന്റ് ഫോൾ റേറ്റ്, രോഗിയുടെ വീഴ്ചയുടെ ആ റേറ്റ് നോക്കാണ്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000. ഇക്വേഷൻസ് നമ്മൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിലോ എന്തെങ്കിലും സാധനങ്ങളിലൊക്കെ ഇടിച്ച് വീഴുക, അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പുകൾ കയറുമ്പോൾ വീഴുക, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ആളുകൾക്ക് വരുന്ന ഒരു ഡാമേജ് വീഴുമ്പോഴുള്ള ഒരു എന്താ പറയാ ഫോൾ റേറ്റ്, അതിന്റെ പെർസെന്റേജ്. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ഇതിന് അക്രഡിറ്റേഷൻ കിട്ടാനുള്ള ഒരു നല്ലൊരു ഇതാണ്. അപ്പൊ എപ്പോഴും ആളുകളുടെ വീഴ്ചകളുടെ എണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരു ഇതുപോലെ തന്നെ നെഗറ്റീവ് ഇമേജ് വരുള്ളൂ. ഓക്കെ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000. 28. ഇനി നെക്സ്റ്റ് 29. 28 കഴിഞ്ഞ 29. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. Okay, percentage of near misses. Formula okay, number of near misses reported divided by number of incidents reported into 100. Percentage എന്ന് പറഞ്ഞ എല്ലാം into 100 വരുന്നുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ച് നോക്കുക. Number of near misses reported divided by number of incidents reported into 100. നിയർ മിസ് എന്ന് പറഞ്ഞ അൺപ്ലാൻഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ആൻ ഇഞ്ചുറി. ഇഞ്ചുറിയില് അത് എന്താ പറയാ അൺപ്ലാൻഡ് ആണ്, നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു സംഭവം. ദാറ്റ് ഡിഡ് നോട്ട്, ഒരു ഇഞ്ചുറിയില് നമ്മൾ ഇഞ്ചുറി ഒന്നും ഉണ്ടാക്കാത്ത അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം അതാണ് നിയർ മിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ അൺപ്ലാൻഡ് ഇവന്റ് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ്. ഇല്ലിനോ അല്ലെങ്കിൽ ഇഞ്ചുറിക്കോ ഡാമേജിനോ ഒന്നും ഇല്ലാത്ത ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം. ബട്ട് ഹാഡ് ദ പവർ ടു ഡു, അതിനുള്ള ശക്തി ഉണ്ടെങ്കിലും നമ്മൾ വേറെ പരിക്കുകൾക്കോ അല്ലെങ്കിൽ അസുഖങ്ങൾക്കോ ഡാമേജിനോ ഒന്നും കാരണമില്ലാത്ത ഒരു സംഭവമാണ്, അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിയർ മിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. ഇനി ലാസ്റ്റ് 32. അതുകൂടി പഠിച്ചാൽ മതി. 32. കംപ്ലൈൻസ് റേറ്റ് ഓഫ് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. നോക്കിയേ, മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ശരിക്കും ഈ നാവിന്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നാ. മിക്കവരും റണ്ണിങ് ലെറ്റേഴ്സിലൊക്കെ എഴുതുമ്പോൾ അത് കറക്റ്റ് ഏത് മരുന്നാണെന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും.
അല്ലെ? അപ്പൊ നമ്മൾ ആ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ശരിക്കും ലീഗലി എന്താ പറയാ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതെങ്ങനെ കാണുന്നേ? ഫോർമുല നോക്കിയേ, കംപ്ലൈന്റ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, മൊത്തം ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻറ്റു 100 ചെയ്യുക. അപ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ മൊത്തം പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഇൻറ്റു 100. ഓക്കെ, ഇപ്പൊ എന്താ പറയാ, ആ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തരുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഇപ്പൊ എന്താ അത് ലീഗലി അത് പഠിച്ചവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെ? നമ്മള് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ആണെങ്കിലും അവിടെ കോഴ്സ് കഴിഞ്ഞാലല്ലേ അവരിയ്ക്കുന്നത്, അപ്പൊ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ അത് റണ്ണിങ് ലെറ്റേഴ്സിൽ എഴുതാതെ ശരിക്കും എന്താ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ലാസ്റ്റ് തന്നത്. അപ്പൊ ഇത്രയും നമ്മൾ ഈ അടയാളപ്പെടുത്തി വെച്ചത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ഓക്കെ, അതിന്റെ ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും വായിച്ച് ഇതാക്കണ്ട. അത്രയും ഫോർമുലാസ് പഠിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പോകാം കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? Okay, the quality manager in hospital should support the quality manager in hospital should support the quality assurance program cell at the hospital. അപ്പൊ ക്വാളിറ്റി മാനേജറിന്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം എന്ത് ചെയ്യണം? സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലുകള് ക്വാളിറ്റീനെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യണം? അത് അങ്ങനെയുള്ള പരിപാടികള് സംഘടിപ്പിക്കുക, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. And be accountable for designing and establishing quality procedure, standards and specification in hospital. അതിനോടൊപ്പം തന്നെ എന്താ ചെയ്യുന്ന? അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ്, ഡിസൈൻ ചെയ്യാൻ അതുപോലെ വികസിപ്പിക്കുന്നത്, എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, ക്വാളിറ്റി നടപടിക്രമങ്ങള്, അതിന് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങള്, അതിന്റെ സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. നെക്സ്റ്റ്, ഹി ഓർ ഷീ മസ്റ്റ് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. She must encourage quality improvement in all the procedures and process and procedures of the hospital and share reports. എന്ത് ചെയ്യണം? ഹി ഓർ ഷീ മസ്റ്റ് എൻകറേജ്, പ്രോത്സാഹിപ്പിക്കണം ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. ക്വാളിറ്റി ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സുകള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ഇതിലൊക്കെ എന്ത് ചെയ്യണം? അതിനു വേണ്ട പ്രോത്സാഹനങ്ങള് കൊടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് നമുക്ക് അവർക്ക് ചെറിയ ചെറിയ റിവാർഡ്സുകളൊക്കെ കൊടുക്കാം. അപ്പൊ വീണ്ടും അവർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവര് നല്ല കാര്യങ്ങൾ, നല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഇത് ചെയ്യുമ്പോഴും അതനുസരിച്ചുള്ള ചെറിയ റിവാർഡ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒക്കെ കുറച്ചും കൂടി അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും, പ്രോത്സാഹനം അവർക്ക് കിട്ടും. അത് encouraging quality improvement in all the process and the procedure of the hospital and share reports കളൊക്കെ ഷെയർ ചെയ്യുക.
key job responsibilities. Just ഒന്ന് വായിച്ച് നമുക്ക് പോകാം. Okay. Key job responsibility. Ensuring good quality non-clinical services such as infection prevention, security, diet, etc. First നോക്കി ensuring. Ensure ചെയ്യാന്ന് വെച്ചാൽ എന്താ? Ensuring ഉറപ്പുവരുത്തുക അല്ലെ? Good quality non-clinical services such as infection prevention, security, diet. അപ്പൊ ഇവിടെ നോക്കിയേ, ഇൻഫെക്ഷൻ പ്രിവെൻഷന്, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ളത്, സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സുരക്ഷ, അതുപോലെ തന്നെ ഡയറ്റ് തുടങ്ങിയ ക്വാളിറ്റിക്കുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഉറപ്പാക്കുക. എൻഷുറിംഗ് ഉറപ്പുവരുത്തുക. ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ്. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങള് സെക്യൂരിറ്റി, സുരക്ഷ, ഹോസ്പിറ്റലിന്റെ സുരക്ഷ, ഡയറ്റ് എന്നിവയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ ഉറപ്പുവരുത്തുക. എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്. രണ്ടാമത്തെ ഒരു റെസ്പോൺസിബിലിറ്റി നോക്കിയേ, എൻഷുറിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ക്ലീൻ സറൗണ്ടിങ്സ്, OPD areas, wards, labor room, operation theatre and patient amenities. Amenities എന്ന് വെച്ചാൽ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഈ ഏരിയാസ് നമ്മൾ പറഞ്ഞ OPD ഏരിയാസിൽ നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടും, പിന്നെ OPD ഏരിയാസ്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റി, പേഷ്യൻസിന് വേണ്ട സൗകര്യങ്ങൾ, ഇതൊക്കെ ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം? അവിടെ എല്ലാം നല്ല ക്ലീൻ സറൗണ്ടിങ്സ്, നല്ല ക്ലീൻ ആയിട്ടുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. ഇതെല്ലാം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഹോസ്പിറ്റലിൽ ക്വാളിറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ക്ലീൻ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകളും, OPD ഏരിയാസ്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസ്, ഇതൊക്കെ എന്താക്കുക? ക്ലീൻ ആക്കുക. ക്ലീൻ ആയിട്ടുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക. ഓക്കെ. Third point, periodical evaluation of hospital on quality checklist and reach at a score of the facility. Okay. Periodic evaluation of hospitals. Periodic evaluation നടത്താം. ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഹോസ്പിറ്റൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? പീരിയോഡിക്കൽ ഇവാലുവേഷൻ നടത്തുക. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നില്ലേ എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി പീരിയോഡിക് ഇവാലുവേഷൻ നടത്തുക ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് ദ സ്കോർ ഓൺ ഫോർ ദ ഫെസിലിറ്റി. ആ സൗകര്യത്തിലേക്കുള്ള ഒരു സ്കോറിലേക്ക് എത്തിക്കുക. സൗകര്യത്തിനായിട്ട് വേണ്ടി അത് ഒരു സ്കോറിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ്, ഫോർത്ത്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. ഗ്യാപ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഡെവലപ്പ് action plan under the supervision of in charge of the hospital and monitor complaints. ഹോസ്പിറ്റലിലെ ഇൻചാർജുകളുടെ മേൽനോട്ടത്തില് പ്രവർത്തന പദ്ധതികളൊക്കെ വികസിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ് കംപ്ലൈൻസുകൾ, ഓക്കെ, ആൻഡ് മോണിറ്റർ കംപ്ലൈൻസുകൾ. ഇനി എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുക. അഞ്ചാമത്തെ, ഫെസിലിറ്റേറ്റ് conduct of meeting related to quality certification. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഫെസിലിറ്റേറ്റ്, കണ്ടക്ട്, സൗകര്യം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനുവേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളത്. കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ്, സിക്സ്ത് പോയിന്റ്, എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ് ഓൾ റെഗുലേറ്ററി കംപ്ലൈന്റ്സ് ലൈക്ക് BMW. ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് BMW എന്ന് പറഞ്ഞാൽ ബയോമെഡിക്കൽ വേസ്റ്റ്. വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്,
ലൈസൻസ് എന്നുവെച്ചാൽ അനുമതി എന്നുള്ളത്. സ്റ്റോറേജ് ലൈസൻസ്, AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, AERB റെഗുലേഷൻ, റേഡിയേഷൻ ലൈസൻസ് എക്സെട്ര. ഇവിടെ നോക്കിയേ, എല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കിയേ. എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ് ഓൾ റെഗുലേറ്ററി കംപ്ലൈന്റ്സ് ലൈക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക്, സ്റ്റോറേജ് ലൈസൻസ്, AERB റെഗുലേഷൻസ് തുടങ്ങിയ എല്ലാ നിയന്ത്രണ ക്രമങ്ങളും ഹോസ്പിറ്റൽസ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എല്ലാ പ്ലാനുകളും ഏതൊക്കെ? all the regulatory complaints like BMW, biomedical waste management, blood bank or storage license, AERB regulations or radiation ലൈസൻസുകള്, ഇതെല്ലാം തുടങ്ങിയ കാര്യങ്ങള് ഹോസ്പിറ്റൽസ് നിയന്ത്രണ ക്രമങ്ങള് ഹോസ്പിറ്റൽസ് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നോക്കി, കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് and timeline for its repair along with AMC for all equipments. AMC എന്ന് പറഞ്ഞാൽ annual maintenance contract. Annual maintenance contract. AMC. Annual maintenance contract for all equipments. അതായത് എക്യുപ്മെന്റ്സുകളുടെ ഒക്കെ കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ്, നോൺ ഫങ്ഷണൽ ഡിവൈസുകളുടെ അതുപോലെ തന്നെ വെഹിക്കിൾസ് വാഹനങ്ങളുടെ ഒക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികൾ, ആശുപത്രിയുടെ നവീകരണം എന്നിവയ്ക്കുള്ള ആസൂത്രണവും പ്രവർത്തന രീതികളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് modalities towards upliftment, preventive maintenance of equipments and vehicles and the modernization of hospital. Keep a record of, അതാണ് നമ്മൾ പറഞ്ഞു കേട്ടോ, ഹോസ്പിറ്റലില് റെക്കോർഡ് കീപ്പ് ചെയ്യുക. നോൺ സോറി, ആ പോയിന്റ് നോക്കി, 8ാമത്തെ പോയിന്റ് അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പ്ലാനിംഗ് ആൻഡ് വർക്ക്ഔട്ട് മോഡറേറ്റ്സ് ടുവേഴ്സ് അപ്ലിപ്മെന്റ്, പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, വർക്ക്ഔട്ട് മോഡറേറ്റ്സ് ടുവേഴ്സ് അപ്ലിപ്മെന്റ്. അപ്ലിപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഉപകരണങ്ങള്, അതുപോലെ വെഹിക്കിൾസ് വാഹനങ്ങളുടെ ഒക്കെ അറ്റകുറ്റപ്പണികള്, ആശുപത്രികളുടെ നവീകരണം എന്നിവയ്ക്കുള്ള ആസൂത്രണവും പ്രവർത്തന രീതികളും. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ പോയിന്റ്, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. പേഷ്യൻസിനും ജീവനക്കാർക്കും അതുപോലെ തന്നെ രോഗികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം. റിട്രസൽ എന്ന് വെച്ചാൽ പരാതി പരിഹാരം. ബോത്ത് ഫോർ ദ എംപ്ലോയീസ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ഭാഗത്താണെങ്കിലും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പരാതികൾ അതിന്റെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രോഗ്രാംസുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യുക. പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. 10th point, strengthen of hospital MIS KPI and report action taken. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് എഴുതി വെച്ചോ. MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതാണ് KPI എന്ന് പറയുന്നത്. KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ taken. സ്ട്രെങ്തൻ ചെയ്യാന്ന് വെച്ചാൽ ശക്തിപ്പെടുത്തുക. ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്ക് പ്ലേസ്. സ്ട്രെങ്തൻ ഹോസ്പിറ്റൽ MIS KPI.
MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺസ്, സ്വീകരിച്ച നടപടികളൊക്കെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ, നമ്മൾ അതിനുവേണ്ടി എടുത്ത നടപടികൾ എന്തൊക്കെയാണ്, സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ട് ചെയ്യുക. കോഓർഡിനേറ്റിംഗ് അസിസ്റ്റിംഗ് അതോറിറ്റി, എംപ്ലോയീസിന്റെ ഗുണനിലവാരത്തിലുള്ള എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. കോർഡിനേറ്റ് 11ാമത്തെ പോയിന്റ് നോക്കിയേ. കോർഡിനേറ്റ് ഇൻ അസിസ്റ്റിംഗ് അതോറിറ്റി, അതോറിറ്റിയിലെ വിലയിരുത്തല് അത് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. ഇൻ അസിസ്റ്റിംഗ് അതോറിറ്റി, അതോറിറ്റിയെ വിലയിരുത്തുന്നതിൽ കോർഡിനേറ്റ് ചെയ്യുക. 12th പോയിന്റ്, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, എംപ്ലോയീസിന്റെ ഗുണനിലവാരം, ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ, എംപ്ലോയീസിന്റെ എഡ്യൂക്കേഷൻസ് എൻഷുർ ചെയ്യുക. എന്തിനെ വെച്ചിട്ടാ? ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പോ ഇതിങ്ങനെ പറഞ്ഞാൽ മതി, എംപ്ലോയീസിന്റെ ഗുണനിലവാരത്തിലുള്ള ആ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എംപ്ലോയീസ് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി, ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും സംഘടിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഫോർ ഫ്രെയിമിംഗ്, ഫ്രെയിം ചെയ്യുക, രൂപീകരിക്കുക. ആൻഡ് ഓർഗനൈസ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്, ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഉത്തരവാദിത്വം ഉണ്ട്. ഈ ഒരു നമുക്ക് ഏകദേശം 2 or 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് മൊത്തം നമുക്കറിയാം 100-ലായിരിക്കുമല്ലോ എക്സാം. അപ്പോ നമുക്ക് ഒരു ചാപ്റ്ററിൽ 3 or 4 മാക്സിമം, അതിൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇനി എന്താ പറയുക, ഇമ്പോർട്ടൻസ് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. 3rd, 4th മൊഡ്യൂൾ അത് ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ മിക്കവാറും നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോ അറിയാലോ ഏതൊക്കെ ഏരിയസിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പൊ അതനുസരിച്ച് ഞാനിവിടെ ഒന്ന് പറയാം, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇത്രയുണ്ടെന്ന് പറഞ്ഞ് പഠിക്കാതെ പോകരുത്. അത് പ്രത്യേകം പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. അതിനകത്ത് നമ്മള് അപ്പൊ വാട്ട് ഈസ് ക്വാളിറ്റി അതൊന്നും വേണ്ട. ഇവിടെ നോക്കിയേ, കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്, അത് നോക്കണം. അതിന്റെ കമ്പോണൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി കമ്പോണൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ടിക്കറ്റ് പഠിച്ചോ, പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഈ പോർഷൻസ് സ്കിപ്പ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നത്. ഓക്കെ, ടിക്ക് ചെയ്യുന്നില്ലേ നിങ്ങള്? ഷാരോൺ, ഓക്കെ, ടിക്ക് ചെയ്ത് പ്രത്യേകം പഠിക്കുക. നിങ്ങൾ കുറെ ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ വലിച്ച് പഠിക്കാൻ പറ്റാതെ എന്താ പറയാ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഷോർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ഒരു ഏരിയ ആണ് നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഇതിന് ഈ ഒരു ഏരിയ നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കണം. ഓക്കെ, അതിന്റെ കമ്പോണൻസ് നോക്കണം. കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്നുള്ള അതിന്റെ കമ്പോണൻസ് നോക്കുക. പിന്നെ അപ്പൊ അതിനകത്ത് ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ വരുന്നത് അതിനകത്ത് ബെനിഫിറ്റ്സ്, അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സുകൾ അത് നിങ്ങൾ നോക്കണം കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ, എന്തൊക്കെയാണ് നമ്മളിങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനുള്ള ബെനിഫിറ്റ്സ്? ഏറ്റവും പ്രധാനം എന്താ, പേഷ്യൻസിന്റെ സേഫ്റ്റി ആണ് അല്ലെ. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ പേഷ്യൻസിന് നമ്മൾ വേറെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും വരില്ലല്ലോ. അപ്പൊ അവർക്കുള്ള സേഫ്റ്റി ആണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്. പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക. നമ്മൾ ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു വിശ്വാസം അല്ലെ,
നമ്മൾ നല്ല ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്രഡിറ്റ് ആണെങ്കിൽ നമ്മൾ പേടിക്കണ്ട. എല്ലാം സേഫ് ആണ്, നമുക്കൊരു വിശ്വാസം വരുമല്ലോ ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, ഒരു നല്ലൊരു വിശ്വാസം അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പിന്നെ provide a safe and efficient work environment, negotiate with the source of payment, listen to patient and their families, respect their rights, and involves them in the care process as their partners, generate a culture that is open to learning, establish collaborative leadership and continuous leadership. അതൊന്ന് നോക്കുക. പിന്നെ അടുത്തതിനകത്ത് JCI ആണ്. JCIയുടെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം ഒക്കെ നോക്കുക. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അപ്പൊ അതിനകത്ത് പോയിന്റ്സിലൊക്കെ അത് ഹോസ്പിറ്റലിൽ നമ്മൾ എത്ര ഇതുണ്ടെന്നുള്ളത് 21 ഹോസ്പിറ്റൽസ് ആണ് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ്. 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. വേൾഡ് വൈഡ് ആയിട്ട് 820 ഹോസ്പിറ്റൽസ് in 47 and above countries. 820 ഹോസ്പിറ്റൽസ്, ഇന്ത്യയില് 21 ഹോസ്പിറ്റൽസ്. അത് രണ്ടും നോട്ട് ചെയ്തിടുക. പിന്നെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCIയുടെ നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മള് JCI അക്രഡിറ്റേഷൻ ഇത് നോക്കണം. JCI അക്രഡിറ്റ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്, അംഗീകാരം നൽകുന്നുണ്ട്. JCI 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകൾക്ക് അംഗീകാരം നൽകുന്നുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റൽസിന്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസിന്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റീസ്, ലോങ് ടൈം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, പ്രൈമറി കെയർ സെന്റേഴ്സ്, ഇത്രയും പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്തിടാം. പിന്നെ JCIയുടെ 5th എഡിഷൻ, അതിൽ എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷൻ ഉണ്ട്. ഓക്കെ, 5th എഡിഷനിൽ 4 സെക്ഷൻ ഉണ്ട്. സെക്ഷൻ 1 ആ സെക്ഷൻസ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. സെക്ഷൻ 1 എന്താ പറഞ്ഞേക്കുന്നത്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് APR. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അതിപ്പോ ഏത് സെക്ഷനിൽ വരാന്നൊക്കെ ചോദിക്കാം, അതും ഒന്ന് നോക്കിപ്പോക്കും. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകൾ. പിന്നെ സെക്ഷൻ 3 കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സെക്ഷൻ 4 ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പൊ ആ 4 സെക്ഷനും ഏതൊക്കെയോ വരുന്നേന്നുള്ളത് നോക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? 4 സെക്ഷൻ ഏതൊക്കെയാ വരുന്നേന്ന് നോക്കാം. പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് വരുമ്പോ എന്താ പറയാ, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ചില ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ നമ്മളെ വല്ല അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് വേണമെങ്കിലൊക്കെ ചോദിക്കാം. ഈ 4 സെക്ഷനും നോക്കിയേക്കാം. ഇപ്പൊ സെക്ഷൻ 3 എന്താ പറയുന്നത്, അത് സെക്ഷൻ 4 ഏതാ വരുന്നതെന്നുള്ളത് നോക്കാം. പിന്നെ ബാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം ആയിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ JCI 5th എഡിഷനിൽ ഇത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. 285 സ്റ്റാൻഡേർഡ്സുകളും 1160 മെഷറബിൾ എലമെന്റ്സും. ഓക്കെ, ഓക്കെ. പിന്നെ നമ്മള് നാബാണ്. നാബിന്റെയും ഇതുപോലെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. നാബിന്റെയും എക്സ്പാൻഡഡ് ഫോം പഠിക്കാം. പിന്നെ നെക്സ്റ്റ് NAB, National Accreditation Board for Hospital and Healthcare Providers. NAB mainly divided hospital into 2 main divisions. A small healthcare organization with less than 15 beds. With less than 15 beds, HCO, Healthcare Organization with more than 15 beds.
പിന്നെ നമ്മള് നാബ് സ്റ്റാൻഡേർഡ്സ് ആണ്, അത് പഠിക്കണം. നാബ് സ്റ്റാൻഡേർഡ്സുകൾ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും വരുന്നുണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡും വരുന്നുണ്ട്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാ വരുന്നതെന്ന്: അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, കെയർ ഓഫ് പേഷ്യന്റ്, മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇപ്പൊ നാബ് സ്റ്റാൻഡേർഡ്സിൽ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇത് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്, അത് രണ്ടും നോക്കിപ്പോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പൊ നാബ് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ കുറെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ഫോർമുലാസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാൻ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഫോർമുലാസുകൾ നിങ്ങൾ പഠിക്കാം. അതിനകത്ത് നമ്മൾ പറയില്ലേ, ഇതിനകത്ത് ഫോർമുല, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, അതിന്റെ ഫോർമുല കാണാനായിരിക്കും ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഫോർമുല ഏതാണെന്നുള്ളതും അത് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, 1, 2, 4, 6. നിങ്ങളുടെ പ്രിന്റ് നോട്ടിൽ അടയാളപ്പെടുത്തിയത് കറക്റ്റ് അല്ലെങ്കിൽ നോക്കിയോ കേട്ടോ. 1, 2, 4, 6, 7, 9, 10, 14, 16, 19, 21, 23, 24, 28, 29, 32. ഇത്രയും ഫോർമുലാസ് നോക്കാം. അതെന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ആ ഒരു ഫോർമുല അതിന് ഏതെങ്കിലും ചോദിക്കാറുണ്ട്. അതൊന്ന് നോക്കിക്കോ. ഇത്രയും ഫോർമുലാസ് പഠിച്ചു വെക്കാം. ഫോർമുല ഉണ്ടാവും, പേജസ് ഒക്കെ തരുമെന്നുള്ളൂ. കറക്റ്റ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതിയാൽ മതി. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കും. അപ്പൊ പെർസെന്റേജ് നോക്കിയിട്ട് അതനുസരിച്ച് പിന്നെ അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കിയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഒരുപാട് കംപ്ലൈന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അതൊരു ഡിഫോൾട്ട് ആണ് അല്ലെ, അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. അപ്പൊ അതൊക്കെ എല്ലാം നല്ല രീതിയിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, അതിനുള്ള ചില മാനദണ്ഡങ്ങളായിട്ടാണ് ഈ ഫോർമുലാസ് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റത്തെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളാം കേട്ടോ. എന്നാ ഇത് നമ്മൾ ഒഴിവാക്കാതെ പഠിക്കണം എന്നുദ്ദേശിച്ചിട്ട് തന്നതാണ്. ഷാരോൺ മാത്രമുള്ളോ? ഷാരോൺ പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയോ? ഇല്ല മിസ്. അവിടെ അത് നിങ്ങളെ അറിയിക്കും. ഇനിയിപ്പോ എല്ലാവർക്കും ഏകദേശമൊക്കെ പോർഷൻസ് തീരാറായില്ലേ? തീരാറായി മിസ്സേ. അല്ലെ, തീരാറായി. അതുപോലെ തന്നെ അവരും ഈ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് പറയുന്നതൊക്കെ പ്രത്യേകം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് ഫോർമുലാസ് ആയിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനകത്ത് എക്സാം കാണുമോ മിസ്സേ? ഏതോ ഷാരോൺ എന്താ ചോദിച്ചേ? എനിക്ക് ക്ലിയർ ആയില്ല. എക്സാം ഉടനെ കാണുമോ മിസ്സേ? എക്സാം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളോട് കഴിഞ്ഞ ദിവസം വന്ന് ചോദിച്ചു, പോർഷൻസ് ഒക്കെ കഴിയാറായെന്ന് ചോദിച്ചു. അപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടില്ല, ഡേറ്റ് കറക്റ്റ് ഫിക്സ് ആയിട്ടില്ല കേട്ടോ എന്നത്തേക്കാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിപ്പോയി. പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൂടുതൽ നോക്കാം. എക്സാമിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് അറിയിക്കും.
ഇതിന്റെ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ വായിച്ചു പോകാം. നമുക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് കുറച്ച് എഴുതണ്ട, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഒരു റിവിഷൻ പോലെ നോക്കാം ഈ ചാപ്റ്റർ. ഫസ്റ്റ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി? ക്വാളിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ക്വാളിറ്റി? ഹെൽത്തി, ബ്യൂട്ടിഫുൾ, ഡ്യൂറബിൾ, ഓൾ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻ എല്ലാരും നമ്മുടെ ഫസ്റ്റ്, നമ്മുടെ നോട്ടിന്റെ ഫസ്റ്റ് കിടക്കുന്ന ഒരു ഭാഗം. All of the above. ഏറ്റവും മുകളിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹെൽത്തി, ബ്യൂട്ടിഫുൾ, ഡ്യൂറബിൾ, ഓൾ ഓഫ് ദ എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ കമ്പോണൻസ്? കണ്ടോ, അതാണ് കമ്പോണൻസിന്റെ ഭാഗത്ത്. കമ്പോണൻസ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കമ്പോണൻസിന് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്? ഇക്വിറ്റി, എഫിഷ്യൻസി, പ്രൈവസി, കണ്ടിന്യൂറ്റി. ഏതാ വരാത്തെ? ഏതാ? ഇക്വിറ്റി, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, പ്രൈവസി. പ്രൈവസി വന്നിട്ടുണ്ടോ നോക്കിയേ. Privacy. Privacy. The components access, technical competence, equity, effectiveness, efficiency, continuity, safety, interpersonal relationship, അതുപോലെ amenities, facilities. Next, പിന്നെ അതിന്റെ ആ ഭാഗങ്ങളിൽ നിന്നുള്ളതും ഉള്ളിൽ നിന്നുള്ളതൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. ഏതാ ഓരോന്നിലും വരുന്നത് ഇവിടെ. The ability of the individual to obtain health service is called dash. ഒരു ഹെൽത്ത് സർവീസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി. എക്സിറ്റ്, എൻട്രി, അമ്യൂണിറ്റീസ്, എഫിഷ്യൻസി. എന്നാ എൻട്രി ചെയ്യാനുള്ളതാണ്. ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ദ ഹെൽത്ത് സർവീസ്. എൻട്രിയാണ് അതിന്റെ അർത്ഥം. പിന്നെ അതിനകത്ത് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് പ്രോഗ്രാം ഈസ് അക്രഡിറ്റഡ് ബൈ JCI? JCI അക്രഡിറ്റ് ചെയ്യുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് ഹോസ്പിറ്റൽ എവിടെയൊക്കെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽത്ത് പ്രോഗ്രാംസ് ഈസ് അക്രഡിറ്റഡ് ബൈ JCI? ക്ലൈന്റ് ലബോറട്ടറീസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ഓൾ ഓഫ് ദ എബോവ്. എല്ലാവരും വരുന്നത് അറിഞ്ഞു തന്നെയാണ്. പിന്നെ എക്സ്പാൻഡ് PFE, എക്സ്പാൻഡഡ് ഫോം. അതിന് എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. PFE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, PFE. നോക്കുക, പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ. JCI accredits dash type of health care programs. എത്ര പ്രോഗ്രാംസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്? JCI accredit 8 type of health care programs. പിന്നെ അതിനകത്ത് നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിനകത്ത് ഇത് നിങ്ങൾ ആ മോക്ക് ടെസ്റ്റിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഫോർമുല ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും ഫോർമുലാസ് മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോ ഇനി അടുത്ത ക്ലാസ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടി ഈ ആഴ്ച വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും തീരണത് വ്യാഴാഴ്ചയോടുകൂടി തീരുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതനുസരിച്ചായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യം എന്തായാലും ഇവിടുന്ന് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അതിനടുത്ത് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലും ഓരോ ടീച്ചേഴ്സ് കയറുമ്പോൾ അതനുസരിച്ച് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ പ്രത്യേകം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. 2 ചാപ്റ്ററുകൾ ഇച്ചിരി ലെങ്തിയാണ്. നമുക്ക് എക്സാമിന് 4 ചാപ്റ്റർ അല്ലേ ഉള്ളതാ. 4 ചാപ്റ്റർ ഉണ്ട്. അത് 4 വൃത്തിയായിട്ട് പഠിക്കും. ഓക്കെ, ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പഠിക്കാട്ടോ. സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച്
ഇപ്പൊ ലാസ്റ്റ് ഇതൊക്കെ ആകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ പഠിക്കാം. മാക്സിമം കിട്ടുന്നത് പഠിക്കാം. തേർഡ് ഫോർത്തും മൊഡ്യൂൾ വൈസ് എക്സാം ആയിട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല, എക്സാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ ഇൻഫർമേഷൻ തരും. അടുത്ത ദിവസങ്ങളിൽ ടീച്ചേഴ്സ് കയറുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ തരും. എല്ലാവരും ഒരുപാട് ഇനി വൈകില്ല, സമയം ഒത്തിരി വൈകാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സമയം അനുസരിച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക, കുറച്ചായിട്ടൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ബൈ.